ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഉണ്ടാക്കുന്ന ഒരു ബിരിയാണിയുടെ റെസിപ്പി വീഡിയോ ആണ്. ഞാൻ ഇന്നത്തെ പൊക്കി പറയാമെന്ന് വിചാരിക്കരുത് കേട്ടോ. ഞാൻ ഏതൊക്കെ ബിരിയാണി ഉണ്ടാക്കിയാലും ഞാൻ ഉണ്ടാക്കുന്ന ബിരിയാണിൻ്റെ ആ ഒരു ടേസ്റ്റ് എനിക്ക് കിട്ടലില്ല. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വലിയ പണിയൊന്നുമില്ല, ഭയങ്കര സിമ്പിളാണ്. ആദ്യം തന്നെ നമ്മൾ ചിക്കൻ എടുത്തിട്ട് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും പിന്നെ ഗരം മസാലയും കൂടെ ഇട്ട് വേവിച്ച് വെക്കുക. പിന്നെ ഉള്ളിയും തക്കാളിയൊക്കെ നമ്മൾ സെപ്പറേറ്റ് വഴറ്റണില്ല കേട്ടോ, എല്ലാം കൂടെ കുക്കറിലിട്ട് അടിക്കണം. അതിന് വേണ്ടിയിട്ട് ഇത് ആദ്യം തന്നെ കുക്കർ എടുത്തിട്ട് നെയ്യും വെളിച്ചെണ്ണയും ഉപ്പ് ഒഴിച്ച് കൊടുക്കുക. അത് ചൂടായി വരുമ്പോൾ ആ ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലതും കൂടെ നമ്മൾ ആ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു 3/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും. ഉപ്പ് കൂടരുത്, കാരണം ഓൾറെഡി നമ്മൾ ചിക്കൻ ഉപ്പിട്ട് വേവിച്ചതാണ്. അപ്പോൾ ഈ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇതും കൂടെ ഇട്ടിട്ട് നമ്മൾ ഒരു 3 വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കുക. ആ സമയം കൂടി ഞാൻ ഇവിടെ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് മുമ്പ് കുക്കറിൽ ചെയ്യാനുള്ള തന്നെ ഉള്ളൂ, നെയ്ച്ചോറൊക്കെ വെക്കുന്ന ആ ഒരു രീതിയിൽ. പിന്നെ ഇത് കുറച്ച് ക്വാണ്ടിറ്റി അധികം ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തെടുത്തത്. അപ്പോൾ ചോറൊക്കെ നമ്മൾ വേറെ തന്നെ വാർത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുക്കറിൽ വെച്ച് നമ്മൾ ഉള്ളിയും തക്കാളിയൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ മസാല ഇടാൻ ഉദ്ദേശിക്കുന്നത് ആ പാത്രത്തിലേക്ക് ആ മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ വേറെ എണ്ണയും കാര്യങ്ങളൊന്നും ചേർക്കരുത് കേട്ടോ, നെയ്യൊന്നും ഇനി ഒഴിക്കണ്ട. അത് ഇതേപോലെ ഇതിലേക്ക് കൊട്ടി കൊടുക്കുക. അതിന് ശേഷം കുറച്ച് മല്ലിച്ചപ്പ് ഇടുക, പിന്നെ അത് ആവശ്യത്തിന് ഗരം മസാല ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനിയാണ് ഇതിലെ മെയിൻ ഐറ്റം, നമ്മൾ ആ വേവിച്ച് വെച്ച ചിക്കൻ്റെ വെള്ളം അതൊരിക്കലും ഒഴിവാക്കരുത് കേട്ടോ. ആ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ അത് കുറച്ച് തൈരും കൂടെ ചേർത്തിട്ട് ആ ഒരു വെള്ളം നന്നായിട്ട് വറ്റി വരുവോളം ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അതിലത്തെ വെള്ളം ഇതൊക്കെ ഒന്ന് വറ്റി വന്നാൽ നമ്മൾ ആ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ചും കൂടെ മല്ലിച്ചപ്പും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിന് ശേഷം നമ്മളത് ആ വേവിച്ച് ഊറ്റി വെച്ചിരുന്ന ചോറ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. ആ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ ആ ചോറ് ഇട്ട് കൊടുത്ത് കുറച്ചും കൂടെ മല്ലിച്ചപ്പും കുറച്ച് RKG കൂടെ ഒഴിച്ചിട്ട് നമുക്കിത് ദം ഇടാം. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ദമ്മ് തുറക്കാം. നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞത്, ഞാൻ എന്നെ പുകഴ്ത്തല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഓവർ മസാലയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും എനിക്ക് പേഴ്സണലി ഇത് ഭയങ്കര ഇഷ്ടമാണ്. അതിലേക്ക് ഇതാ സുർക്ക് ഒഴിച്ചിട്ടുള്ള ഉള്ളി ഉണ്ടാക്കിയിരുന്നു, തൈര് ഒഴിച്ചിട്ടുള്ള ഉള്ളി ഉണ്ടാക്കിയിരുന്നു. എനിക്ക് തൈര് ഒഴിച്ചിട്ടുള്ള ഉള്ളിയാട്ടോ ഇഷ്ടം. പിന്നെ നല്ല അടിപൊളി മുളകച്ചാറും നല്ല മധുരമുള്ള. ഇതിൻ്റെ റെസിപ്പി വേണമെന്നുള്ളൊരു കമൻറ്റ് ചെയ്യുക, തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞുതരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക.